So welcome back to Sinex Learning. This is Aisha Hanan with you today, and we're gonna take our next section, Kalidasa. Okay, so today we are discussing Namla Vigyana Shagutalam. We already discussed it. Today we are gonna start Kalidasa about the great poet, a myth, the genius, right? Kalidasa Vigyana Shagutalam എഴുതിയിട്ടുള്ളത് it's Kalidasa. Okay. സോ നമ്മൾ കാളിദാസ് ആരാണ്, എന്തായിരുന്നു അവരുടെ വർക്ക്, അതേപോലെ തന്നെ അവർ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, മീൻസ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന് എന്തെല്ലാമാണ് അവര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ടു ബി ഹാനസ്റ്റ്, when it comes to this Indian classical play, right, the thing is കാളിദാസ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി വി ഡോണ്ട് ഹാവ് മച്ച് ഇൻഫർമേഷൻ. ടു ബി ഹാനസ്റ്റ്, നമുക്ക് ആളെ പറ്റി ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കില്ല. നോർമലി വി ആർ ഡൂയിങ്, നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് അവരെഴുതുന്ന ടെക്സ്റ്റിന്നും അവരെഴുതുന്ന മീൻസ് അവരുടെ നോർമൽ ലൈഫിന്ന്, അഥവാ അവർ ജീവിക്കുന്ന ലൈഫിന്ന് അവരെ പറ്റിയുള്ള ബയോഗ്രഫിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അതിന്നാണ് നമ്മൾ അവരുടെ കാലത്തുള്ള സൊസൈറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവർ ജീവിച്ച സോഷ്യൽ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കാളിദാസ, ഇറ്റ്സ് എ റിവേഴ്സ് പ്രോസസ്. അതായത് അദ്ദേഹം എഴുതിയ വർക്കിൽ നിന്നിട്ടാണ് അദ്ദേഹം എങ്ങനത്തെ ആളായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തീംസ്, അതേപോലെ തന്നെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ, അദ്ദേഹം ഇന്റൻസ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത്, മീൻസ് എംഫസൈസ് ചെയ്തിട്ട്, അഥവാ കൂടുതലും ഇന്റൻസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള തീംസ്, ഫോക്കസ് കൊടുത്ത് പറഞ്ഞ ടോപ്പിക്സ്, ഈ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, ആരാണ് കാളിദാസ എന്ന്. അതായത് ടു ബി എക്സാക്ട്, വി ഡോണ്ട് ഹാവ് മച്ച് ഇൻഫർമേഷൻസ് അബൌട്ട് ഹു ഈസ് എക്സാക്ട്ലി കാളിദാസ. അതിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്കത് അങ്ങനെ അറിയുന്നതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അറിയാത്തതിന്റെ ഡിസഡ്വാൻറ്റേജസും നമുക്കുണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രോപ്പർലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാളിദാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റ് ജീനിയസിന് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാറ്. ആൻഡ് നമ്മൾ മെൻഷൻ ചെയ്ത ഇന്ത്യൻ ക്ലാസിക്കൽ പ്ലേ റൈറ്റ്സ് ഏറ്റവും കൂടുതലും നമുക്ക് കണ്ടുവരുന്ന ഒരു പ്ലേസ് ഉജ്ജയിൻ ആണ്, റൈറ്റ്. അതായത് അവരുടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് അല്ലെങ്കിൽ ബോൺ ഉജ്ജയിൻ ആണ് എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കാളിദാസയും. ആൻഡ് സുദർഗ, അതേപോലെ ഭാസ, ഇതേപോലത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ പ്ലേ റൈറ്റ്സ് ഒക്കെ ആൻഡ് പറയപ്പെടുന്നത് ഉജ്ജയിൻ എന്നാണ്. വി ഡോണ്ട് ഹാവ് അവരെ പറ്റി നമുക്ക്, ഇതായത് അത്രയും ഏൻഷ്യന്റ് ആണ്, ഒരുപാട് കാലം മുന്നത്തെ, അതായത് ഒരുപാട് പഴയ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്നും നിലയിൽ നടന്നതോ അല്ലെങ്കിൽ 4-5 കൊല്ലം മുന്നേ നടന്ന കാര്യമല്ല. ഇറ്റ് വാസ് എ വെരി ഏൻഷ്യന്റ് തിങ്. നമ്മൾ കുറെ മുന്നേ പറഞ്ഞ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ എന്തുണ്ടായിരിക്കും, ചെറിയൊരു നമ്മൾ എക്സാക്ട് ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈവൻ കാളിദാസയെ പറ്റി പോലും നമുക്ക് അദ്ദേഹം എഴുതിയ വർക്കിന് എന്തോള്ളൂ, നമുക്ക് അദ്ദേഹം എന്താണെന്നുള്ള നോട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ പറയാനുള്ള റീസൺ. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ആൻഡ് നമ്മൾ ഉജ്ജയിൻ എന്ന് പറയുന്ന സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു സിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ കാളിദാസ വർക്ക്. അതേപോലെ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് എപ്പിക് ആൻഡ് ഡ്രാമ. എപ്പിക് എന്താന്നുള്ളതും അതേപോലെ ഡ്രാമ എന്താന്നുള്ളതും ഇറ്റ് വാസ് സച്ച് ആൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. മഹാഭാരതം, രാമായണം, ഈ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഇന്ത്യൻ ക്ലാസിക്സിലേക്ക് നമ്മൾ വീണ്ടും കാളിദാസിലൂടെ തിരിച്ചു വരികയാണ്. ഓക്കെ, സോ വി ഗോണ സ്റ്റാർട്ട്, മൂവ് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രോയെ ഞാൻ തന്നിട്ടുള്ളൂ. ഇൻട്രോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൽ എന്താണ് പറയാൻ പോകുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇപ്പത്തൊരു 4 മിനിറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അഭിജ്ഞാന ശാകുന്തളം ഓൾറെഡി അറിയായിരിക്കും. യു വാണ്ട് ടു കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, നിങ്ങളുടെ മൈൻഡിൽ അത് കീപ്പ് ചെയ്യുക. ആൻഡ് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത ടോപ്പിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഷ്യൂർ we're gonna move. Okay, so first thing is, okay, yeah, just look at it. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ, it's a very little information, historical information is available about the life of Kalidasa. Most knowledgeable about him comes from references and clues found in his own literary works. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ ഇറ്റ്സ് എ റിവേഴ്സ് പ്രോസസ്. ദി തിങ് ഈസ്, നമുക്ക് വളരെ ലിറ്റിൽ ഇൻഫർമേഷൻസ് ആരെ പറ്റി കിട്ടിയിട്ടുള്ളൂ, കാളിദാസയെ പറ്റി കിട്ടിയിട്ടുള്ളൂ. മോസ്റ്റ് നോളജബിൾ ആയിട്ടുള്ള അബൌട്ട് ഹിം, അതായത് അദ്ദേഹം അത്രയും മോസ്റ്റ് നോളജബിൾ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം ജീനിയസ് ആണ്, എ മിത്തോളജിക്കൽ ജീനിയസ് ടു ബി ഹാനസ്റ്റ്. അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് എവിടുന്ന്, അദ്ദേഹം എവിടെ എഴുതി വെച്ചിട്ടില്ല, അദ്ദേഹത്തിനെ പറ്റി ആരും എഴുതിയിട്ടുമില്ല.
ബട്ട് അദ്ദേഹത്തിന്റെ വർക്കുകളിൽ നിന്നിട്ടാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, യാ ഹി വാസ് സച്ച് എ പേഴ്സൺ എന്നുള്ളത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് കാളിദാസ ത്രൂ ഹിസ് ടെക്സ്റ്റ് നെക്സ്റ്റ് പാർട്ടാണ്. സോ ഐ എം ജസ്റ്റ് മെൻഷനിങ് ഇറ്റ് അഗൈൻ. നമ്മൾ വീണ്ടും പറയാണ്, വെരി ലിറ്റിൽ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ഇസ് ഓൺലി അവൈലബിൾ അബൌട്ട് കാളിദാസ. ഞാൻ ഓൾറെഡി മെൻഷൻ, നമുക്ക് വളരെ ചെറിയ ഒരു ഇൻഫർമേഷൻസ് ആരെ പറ്റി കിട്ടിയിട്ടുള്ളൂ, കാളിദാസയെ പറ്റി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇറ്റ് വാസ് മോസ്റ്റ് നോളജബിൾ അബൌട്ട് ഹിം. അതായത് അദ്ദേഹത്തിന്റെ റെഫറൻസും ക്ലൂസും ഒക്കെ നമുക്ക് വരുന്ന എവിടെ നിന്നാണ്, അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്ക്സ് എന്നാണ്, അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള വർക്ക്സ് എന്നാണ് നമുക്ക് അദ്ദേഹത്തിനെ പറ്റിയുള്ള ക്ലൂസ് കിട്ടുന്നത്. നത്തിങ് ലൈക്ക് നമുക്ക് ഷേക്സ്പിയറിനെയോ അല്ലെങ്കിൽ മറ്റു വലിയ വലിയ റൈറ്റേഴ്സിനെ പറ്റി നമുക്ക് ഓട്ടോബയോഗ്രഫിയും അല്ലെങ്കിൽ അവരെ പറ്റി വേറെ റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, അങ്ങനത്തെ കൈൻഡ് ഓഫ് കാര്യങ്ങളൊന്നും നമുക്ക് എന്തില്ല, നമുക്ക് ഇവിടെ കാളിദാസയെ പറ്റി കിട്ടാനില്ല. ഓക്കെ, സോ ദാറ്റ്സ് വൈ നമുക്ക് ദ തിങ് ഈസ്, നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കാണ് നമുക്ക് അദ്ദേഹത്തിനെ പറ്റിയുള്ള റെഫറൻസ്. ഓക്കെ, നമ്മൾ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിനെ മനസ്സിലാക്കുകയാണ്. നോർമൽ യൂഷ്വൽ മെത്തേഡ് എന്താ, നമ്മൾ ഫോളോ ചെയ്യുന്ന യൂഷ്വൽ മെത്തേഡ് എന്താ? Normally, scholars study a writer by looking first at the writer's life and historical background, then at the text. നിങ്ങൾ ഇത്രയും കാലം ഒരു യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് പഠിച്ചു വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയായിരിക്കും, നമ്മൾ നോർമലി എന്താ ചെയ്യാറുള്ളത്, ഫസ്റ്റ് റൈറ്റർ ആരാന്ന് പഠിക്കും, റൈറ്ററുടെ ഒരു ബയോഗ്രഫി ചെറിയൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കും, റൈറ്റർ ജീവിച്ച സാഹചര്യം എന്താണെന്ന് നമ്മൾ പഠിക്കും, റൈറ്ററുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പഠിക്കും, അതേപോലെ റൈറ്ററുടെ സൊസൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കും, അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്ക്സ് പഠിക്കും. ഇങ്ങനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്രാഫ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റിലേക്ക് എന്തെത്തുന്നത്, റൈറ്ററുടെ വർക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മുടെ യൂഷ്വൽ മെത്തേഡ്, നമ്മൾ ഫോളോ ചെയ്തു വരുന്ന മെത്തേഡ്. നമുക്കതെന്താണ്, ഇറ്റ്സ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ടു അസ്, അല്ലെ? നമ്മളിപ്പോഴത്തെ സ്റ്റുഡൻസിന് നമുക്ക് എന്താണ്, ഇറ്റ്സ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ടു അണ്ടർസ്റ്റാൻഡ് what we gonna study, നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നതും എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്, നമുക്ക് ചെറിയൊരു നോർമൽ യൂഷ്വൽ ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എ തിങ്. അത് നമുക്ക് എന്താണ്, വളരെ ഈസിങ് ആണ്, നമ്മളെ മൈൻഡ് ഈസിലാക്കും, കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന ആളെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി, റൈറ്റ്? ഇവിടെ അങ്ങനെയല്ല, ഇവിടെ യൂഷ്വൽ മെത്തേഡിന് നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. ദ തിങ് ഈസ് വി ഡോണ്ട് ഹാവ് മച്ച് ഇൻഫർമേഷൻ അബൌട്ട് കാളിദാസ. ഓക്കെ, സോ വി ഗോണ ലുക്ക് അറ്റ് എന്താണ് റിവേഴ്സ്ഡ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയാലോ, നമ്മൾ കാളിദാസയുടെ കേസിൽ പ്രോസസ് റിവേഴ്സ്ഡ് ആണ്, ഓൾറെഡി മെൻഷൻഡ്, നമ്മളത് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റി നമുക്ക് വളരെ ചുരുങ്ങിയ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുള്ളൂ. സ്കോളേഴ്സ് ഫസ്റ്റ് അനലൈസ് ഹിസ് ടെക്സ്റ്റ്, then try to understand the whole world he lived in. ഞാൻ അതാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യം സ്കോളേഴ്സ് എന്ത് ചെയ്യാണ്, അദ്ദേഹം എഴുതിയ വർക്കുകൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറഞ്ഞ വർക്ക് കാളിദാസ് എഴുതിയിട്ടുള്ള വർക്കാണ്. ഈ അഭിജ്ഞാന ശാകുന്തളം എഴുതിയ സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ എന്ത് തീമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ എന്തിനെ പറ്റിയാണ്, മീൻസ് എന്തെങ്കിലും കറണ്ട് അലവൻസിനെ പറ്റി അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു നാച്ചുറൽ ലൈഫ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ, മെറ്റീരിയലിസ്റ്റിക് ആണോ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, എവിടുന്ന് മനസ്സിലാക്കാം? ടു ബി ഒരു വ്യക്തിയുടെ, ഒരു ഓഥറിന്റെ സിഗ്നേച്ചർ ആണ് അദ്ദേഹത്തിന്റെ അവരുടെ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ്? നമുക്ക് റൊമാൻറ്റിക് പോയറ്റ്സ് നമ്മൾ വേറെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റ് ഒരുപാട് ടൈപ്പ് ഓഫ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും വേറെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദെയർ വർക്ക് ദാറ്റ് ദേ കോൺട്രിബ്യൂട്ട് ടു ദ ലിറ്ററേച്ചർ. അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലിറ്ററേച്ചറിന് അങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്കുകൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു ഐഡിയൽ പേഴ്സണാലിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ എങ്ങനെ ഇരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരുപാട് ഇപ്പം കാളിദാസ് എന്ന് പറഞ്ഞ നമ്മളുടെ ഈ ഒരു ജീനിയസിനെ പറ്റി പറയുന്ന സമയത്ത് അഭിജ്ഞാന ശാകുന്തളം എന്ന് പറഞ്ഞ വർക്ക് ഒരു ഡിവൈൻ അല്ലെങ്കിൽ ഗോഡ്ഡസ് ഡിവൈൻ ഓറിജിനുള്ള ഒരു വർക്കാണ്. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്താണ്, ശകുന്തളയെ ഒരുപാട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശകുന്തള എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നേച്ചറുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സസിൽ ഒരുപാട് വർക്കിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നേച്ചർ എന്താണെന്ന്, നേച്ചറുമായിട്ട് ശകുന്തളയ്ക്കുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന്, അവള് ജീവിക്കുന്ന ഒരു ഹെർമിറ്റേജിന് ചുറ്റും ഒരു കാടാണ്, ആ കാട്ടിലാണ് കിങ് ദുഷ്യന്ത വേട്ടയ്ക്ക് വരുന്നത്, ഹണ്ടിങ്ങിന് വരുന്നത്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ തിങ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വർക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് കാളിദാസ് എങ്ങനത്തെ ഒരു വർക്ക് മീൻസ് വർക്ക് എഴുതുന്ന ആളായിരുന്നു. ഹി വാസ് ഡീപ്ലി കണക്റ്റഡ് ടു നേച്ചർ. ഓക്കെ, ആൻഡ് ഓൾസോ എ റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറയാം. ബിക്കോസ് ആ ഒരു വർക്ക് നമ്മൾ അഭിജ്ഞാന ശാകുന്തളം ഇറ്റ്സ് റൊമാൻറ്റിക് വേർഡ്. റൊമാൻസ് എന്ന് നമുക്ക് എൻറ്റയർലി പറയാൻ പറ്റില്ലെങ്കിൽ കൂടെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വേർഡ്, എ വർക്ക്, റൈറ്റ്? ലോങ്ങിങ്, മിസ്സിങ്, അതേപോലെ തന്നെ ഡിവൈനിറ്റിയെയും നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു സൂപ്പർ ഫിക്ഷണൽ പോയറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി കോൾ റിവേഴ്സ്ഡ് പ്രോസസ്. ബിക്കോസ് നമുക്ക് ആ ഒരു ഓഥറെ പറ്റി എക്സാക്ട് ഡീറ്റെയിൽസ് നമുക്ക് എന്തില്ല, നമ്മുടെ വർക്കിൽ നമുക്ക്